കഴിഞ്ഞ കുറച്ച് ദിവസമായി കേരളത്തിലെ മാധ്യമങ്ങളടക്കം കർണാടക രാഷ്ട്രീയത്തിലെ കോൺഗ്രസിൽ പ്രതിസന്ധി എന്ന് പറഞ്ഞ് വാർത്ത പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ്. കർണാടക കോൺഗ്രസിലെ സ്റ്റാർ ക്യാമ്പയിനറും പവർ ഹൗസുമായ DK ശിവകുമാറിനെ ബന്ധപ്പെടുത്തിയാണ് മലയാള മാധ്യമങ്ങളടക്കം വാർത്ത പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത് പൂർണ്ണമായും കളവാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെടുകയാണ്. കർണാടകത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും സിദ്ധരാമയ്യയെ മാറ്റാൻ നീക്കം നടക്കുന്നുണ്ടെന്നും ഇതിന് ഹൈക്കമാൻഡിന്റെ അനുമതി ലഭിച്ചിട്ടില്ലെന്നുമാണ് കേരളത്തിലെ ചില മാധ്യമങ്ങൾ പറഞ്ഞു വെക്കുന്നത്. DK ശിവകുമാർ തനിക്ക് മുഖ്യമന്ത്രിയാകണമെന്നാവശ്യപ്പെട്ട് 140-ലധികം MLA-മാരെയും കൊണ്ട് ഡൽഹിയിൽ പോയെന്നും DK ശിവകുമാറിനെ കാണാൻ AICC നേതൃത്വം തയ്യാറായില്ലെന്നുമാണ് മാധ്യമങ്ങൾ വാർത്ത കൊടുത്തത്. എന്നാൽ DK ശിവകുമാർ കർണാടക കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ നേതൃത്വപരമായ പങ്ക് വഹിക്കുന്ന വ്യക്തിയാണ്. അതായത് കർണാടക PCC അധ്യക്ഷനാണ് DK ശിവകുമാർ. മാത്രമല്ല കർണാടക ഉപമുഖ്യമന്ത്രി കൂടിയാണ്. കോൺഗ്രസ് ഒരു പ്രതിസന്ധിയിലോ പ്രയാസത്തിലോ പെട്ടാൽ ഉടൻ തന്നെ ആ പ്രതിസന്ധി തീർക്കാൻ, ആ പ്രയാസങ്ങൾ ഇല്ലാതാക്കാൻ മുന്നിട്ടിറങ്ങുന്ന DK ശിവകുമാറിനെ രാഷ്ട്രീയപരമായി ഇല്ലാതാക്കാൻ BJP ഏറെ നാളായി പാടുപെട്ടിരുന്നു. എന്നാൽ BJPക്ക് ഒരു അഭ്യാസവും DKയുടെ മുന്നിൽ നടന്നില്ല എന്ന് മാത്രമല്ല, BJPയുടെ കയ്യിലിരിക്കുന്ന സംസ്ഥാനമായിരുന്ന കർണാടകയിൽ BJPയെ തറപറ്റിച്ച് കോൺഗ്രസിനെ അധികാരത്തിലേക്ക് എത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചതും ഈ DK ശിവകുമാർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ വ്യാജ വാർത്ത നിരന്തരം അടിച്ചുവിടാൻ പല മാധ്യമങ്ങളും ശ്രമിക്കാറുണ്ട്. അതിന്റെ മറ്റൊരു വേർഷനാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ചെയ്തു കൂട്ടിയ ഈ പണി. എന്തായാലും കർണാടകയിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായ സർക്കാർ കൃത്യമായ പദ്ധതികളുമായി, ജനപ്രിയ പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ്. കർണാടകയിൽ യാതൊരു വിധത്തിലുള്ള പ്രതിസന്ധിയുമില്ല. പാർട്ടിയെ ഒരു തരത്തിലും വെല്ലുവിളിക്കാൻ DK ശിവകുമാർ തയ്യാറാകില്ല എന്ന് മാത്രമല്ല, DK ശിവകുമാർ എന്നും അടിയുറച്ച കോൺഗ്രസുകാരൻ തന്നെയാണെന്ന് വീണ്ടും വീണ്ടും അദ്ദേഹം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. കർണാടകയിൽ സംഘപരിവാർ രാഷ്ട്രീയത്തെ നേരിട്ട് മുന്നോട്ട് പോകുന്ന DK ശിവകുമാറിനെയും സിദ്ധരാമയ്യയെയും കോൺഗ്രസ് പാർട്ടിയെയും അപമാനിക്കാനും അവഹേളിക്കുവാനുമാണ് ഒരു സംഘം മാധ്യമങ്ങൾ ശ്രമിക്കുന്നത്. എന്നാൽ മാധ്യമ വാർത്തകൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ലെന്നും KICC നേതൃത്വമാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതെന്നും DK ശിവകുമാർ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കി കഴിഞ്ഞു. കനകപുര മണ്ഡലത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് വോട്ടുകളുടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയഭേരി മുഴക്കിയ DK ശിവകുമാറിനെ ഇല്ലാ കഥകൾ പാടി രാഷ്ട്രീയപരമായി ഇല്ലായ്മ ചെയ്യാൻ BJPയുടെ കൊട്ടേഷൻ ഏറ്റെടുത്ത ചില മാധ്യമങ്ങൾ കർണാടകത്തിലുണ്ട്. ആ മാധ്യമങ്ങളെ പോലെ തന്നെ കേരളത്തിലെ മാധ്യമങ്ങളും പ്രവർത്തിച്ചാൽ മാധ്യമങ്ങൾക്കെതിരെ ആളുകൾ ഉയർത്തുന്ന വിമർശനങ്ങൾ ഈ നരേന്ദ്രമോദിയുടെ പെയ്ഡ് മാധ്യമങ്ങളായ ചില മാധ്യമങ്ങൾ അധപ്പതിച്ചു എന്ന ആളുകൾ പറയുന്നത് അർത്ഥവത്തായി മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും കർണാടക രാഷ്ട്രീയത്തിൽ നിലവിൽ യാതൊരു പ്രതിസന്ധിയുമില്ല. കോൺഗ്രസിനകത്ത് യാതൊരു പ്രതിസന്ധിയുമില്ല. DK ശിവകുമാറും സിദ്ധരാമയ്യയും ഒരേ തൂവൽ പക്ഷികളെ പോലെ മുന്നോട്ട് പോവുകയാണ്. കർണാടക രാഷ്ട്രീയത്തിൽ പകരം വെക്കാനില്ലാത്ത നേതാവാണ് DK ശിവകുമാർ. എതിരാളികളെ വെല്ലുവിളിക്കാനും ഗാന്ധിയൻ ആശയങ്ങൾ മുറുകെ പിടിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്താനും കഴിയുന്ന BJPയുടെ മണി പവർ, മസിൽ പവർ രാഷ്ട്രീയത്തെ അതേ രൂപത്തിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന ശിവകുമാറിനെ തകർക്കാൻ ഏറെ നാളായി BJP പഠിച്ച പണി 18 നോക്കിയിട്ടും അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം വ്യാജ വാർത്തകളിലൊന്നും തളരുന്ന നേതാവല്ല DK ശിവകുമാർ എന്ന് കോൺഗ്രസ് നേതൃത്വം വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിന്റെ ദേശീയ നേതാക്കന്മാരുമായി, പ്രത്യേകിച്ച് നെഹ്റു കുടുംബവുമായി അടുത്ത ബന്ധമുള്ള DK ശിവകുമാറിനെ ഇല്ലാ കഥകൾ പാടി രാഷ്ട്രീയപരമായി ഇല്ലാതാക്കാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർ ജീവിക്കുന്നത് വിഡ്ഢികളുടെ സ്വർഗത്തിലല്ല, വിഡ്ഢികളുടെ നരകത്തിലാണ്. കാരണം പാർട്ടിക്ക് ഒരു പ്രതിസന്ധി ഉണ്ടായാൽ ഏത് നിമിഷവും ഓടിയെത്തുന്ന DK ശിവകുമാർ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ പവർ ഹൗസ് ആണ്. അത് ഇന്നും നാളെയും മറ്റന്നാളും അതേ രൂപത്തിൽ തന്നെ തല ഉയർത്തി കർണാടക രാഷ്ട്രീയത്തിൽ ഉണ്ടാകും. കന്നഡ രാഷ്ട്രീയത്തിലെ പവർ മേക്കറായി, കന്നഡ രാഷ്ട്രീയത്തിലെ പവർ ലീഡറായി DK ശിവകുമാർ ഉണ്ടാകും. ശിവകുമാർ മാത്രമല്ല, സിദ്ധരാമയ്യയും ശിവകുമാറും പരമേശ്വരിയും അടക്കമുള്ള ആളുകൾ ഒരേ മനസ്സോടുകൂടി സംസ്ഥാനത്തെ മന്ത്രിസഭയെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന കാര്യത്തിലും തർക്കം വേണ്ട.